Good morning, everyone. We will learn insurance law. We will start with third unit, fire insurance. See, right? Fire insurance means a contract by which an insurer undertakes to indemnify the insured against loss by fire to the property so insured. Unlike a contract of life insurance, it is a contract of indemnity. And the insured is not entitled to recover more than such amount as will indemnify him against the actual loss or damage. Full stop. This is calculated. This actual loss or damage is calculated according to the real quantity and the value of the goods at the time of the fire. In Castellane versus Preston, in കേസിൻ്റെ പേരാണ് in CAS TELLLAIN, Castellane, CASTELLAIN, Castellane versus Preston, PRESTON, Preston. The very rule of insurance law, every rule of insurance law is adopted to carry out the fundamental rule of a contract of insurance to be a contract of indemnity. I will explain. See, നമ്മൾ ഫയർ ഇൻഷുറൻസ് ആണ് ആദ്യം പഠിക്കുന്നത്.
യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3-ൽ there are two topics, and the first one is marine insurance, then the other one is fire insurance. ആ ഫയർ ഇൻഷുറൻസിൽ ആണ് നമ്മളിപ്പോൾ ആദ്യം നോക്കുന്നത്. ഫയർ ഇൻഷുറൻസിൻ്റെ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് ഇൻഡെമിനിറ്റി ഓൺലി. വാട്ട് ഡു യു മീൻ ബൈ ഇൻഡെമിനിറ്റി? ഇൻഡെമിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഐ ഗസ് യു ഹാവ് ലേൺ, എൻ്റെ പ്രൊഡ്യൂസർ മൈറ്റ് ഹാവ് ടോട്ട് യു, ബട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാൾക്കൊരു നഷ്ടം ഉണ്ടായി, ആ നഷ്ടം നികത്തി കൊടുക്കുക, ടു മേക്ക് ഗുഡ് ദി ലോസ്. അതാണ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടാകുന്നത്? ഒരാൾക്ക് ഒരു ആക്ച്വലായിട്ട് നമ്മളുടെ കയ്യിൽ കുറച്ച് ഇൻഷുറബിൾ ഗുഡ്സ് ഉണ്ട്, ഓർ ഗുഡ്സ് ഓൺ വിച്ച് വി ഹാവ് സം ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ വാല്യൂ എന്താണ്, ആക്ച്വൽ വാല്യൂ എന്താണ്, ആ നഷ്ടപ്പെടുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥ മൂല്യം എന്താണ്, അങ്ങനെ ഒരു തീ കാരണം ആ വാല്യൂസ്, ആ ഗുഡ്സ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ എനിക്ക് നഷ്ടം സംഭവിച്ചാൽ ആ ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണോ ആ പണം എനിക്ക് തരും. ടു ഇൻഡെമിനിഫൈ മീ ദ ആക്ച്വൽ ലോസ്. ആ ആക്ച്വൽ ലോസ് ആണ് എനിക്ക് തരിക. ഇതാണ് കാസ്റ്റലൈൻ വേഴ്സസ് പ്രസ്റ്റൺ എന്ന് പറഞ്ഞ കേസിൽ കോർട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിലെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു വീട് ഫയർ ഇൻഷുറൻസ് എടുത്തിരുന്നു. ദ ഹൗസ് വാസ് ഇൻഷുവേർഡ് അഗെയിൻസ്റ്റ് ഫയർ. Now, it was supposed to be sold. Okay? It was supposed to be sold for a certain amount. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻഷുറൻസിൻ്റെ കോൺട്രാക്റ്റ് അല്ല, സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഇൻഷുറൻസിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ട്, ആ ഫയർ ഇൻഷുർഡ് ആയിട്ടുള്ള ഹൗസാണ്. വീട് ഇടയ്ക്ക് വെച്ച് തീപിടുത്തം ഉണ്ടായി, വീടിന് ഭാഗികമായിട്ട്, പാർട്ട്ലി ഇറ്റ് വാസ് ഡാമേജ്ഡ്. അങ്ങനെ ഡാമേജ്ഡ് ആയി കിടക്കുന്ന ഹൗസ് ആയിരുന്നെങ്കിലും വാട്ട് ഹാപ്പൻഡ് വാസ് ദാറ്റ് ദ ബയർ പെയ്ഡ് ദ ഫുൾ മണി. എൻറ്റയർ പണം എത്രയാണോ ആ കംപ്ലീറ്റ് വീടിൻ്റെ പണവും കൊടുത്ത് ബയർ ആ വസ്തു വാങ്ങി. ഓക്കെ, ഇത് കൂടാതെ പഴയ ഉടമസ്ഥന് എത്രയാണോ നഷ്ടം അയാൾക്ക് ഈ ഇതുകൊണ്ടുണ്ടായത്, എത്രയാണോ ഫയർ കൊണ്ട് അയാൾക്ക് പാർട്ട്ലി ഉണ്ടായിട്ടുള്ള ഡാമേജ് എത്രയാണോ ആ പണവും ആ ഇൻഷുറൻസുകാർ കൊടുത്തു. വീടിൻ്റെ വിലയും കിട്ടി, അതുപോലെ തന്നെ അതിന് മുമ്പ് ഈ പാർട്ട്ലി ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്ന ആ വസ്തുവിൻ്റെ ആ എത്രയാണോ ലോസ് ഉണ്ടായത് അത്രയും ലോസ് ആ ഇൻഷുറൻസ് കമ്പനിക്കാരും കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോസ് ആക്ച്വലി അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. കാരണം എത്ര രൂപയ്ക്കാണോ ആ വീട് വിൽക്കാൻ വേണ്ടി കോൺട്രാക്ട് ചെയ്തിരുന്നത് അത്രയും രൂപയ്ക്ക് തന്നെയാണ് ആ വീട് വാങ്ങിയിരിക്കുന്നത്. അപ്പം ആക്ച്വൽ ലോസ് എന്ന് പറഞ്ഞ് സീറോയാണ്. ഹീ ഈസ് ബീങ് ഡബിൾ ബെനിഫിറ്റഡ്. അപ്പോൾ എന്താ ഉണ്ടായത്? Thus the assured was doubly indemnified, and in order to reduce it to simple indemnity, the court ruled that he should hand back the insurance money to the company. രണ്ട് വട്ടം ഒരേ കാര്യത്തിൽ ഇൻഡെമിനിഫൈഡ് ആയതുകൊണ്ട് കോടതി പറഞ്ഞു ഇൻഷുറൻസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണം. ബിക്കോസ് ദർ ഈസ് നോ ആക്ച്വൽ ലോസ്. എത്ര രൂപയ്ക്കാണോ ആ വീട് വിൽക്കാൻ വേണ്ടി കോൺട്രാക്ട് ചെയ്തിരുന്നത് അത്രയും രൂപയ്ക്ക് തന്നെയാണ് ആ വീട് വിറ്റുപോയത്. അപ്പാർട്ട് ഫ്രം ദ ഫാക്ട് ദാറ്റ് ഇറ്റ് വാസ് പാർട്ട്ലി ഡാമേജ്ഡ് ബൈ ഫയർ. അപ്പോൾ ആക്ച്വലി ഒരു ലോസും ഉണ്ടായിട്ടില്ല. അപ്പോൾ തീ കാരണം ഒരു ലോസും അയാൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇഫ് ദർ ഈസ് നോ ലോസ്, ഇഫ് ദർ ഈസ് നോ ആക്ച്വൽ ലോസ്, ദെൻ ദർ ഈസ് നോ നീഡ് ടു ഇൻഡെമിനിഫൈ. ലോസ് ഉണ്ടായാൽ മാത്രമേ ഇൻഡെമിനിറ്റിയുടെ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. Indemnity means to make good the loss, അല്ലേ? So, ബ്രെറ്റ് എൽ എന്ന് പറഞ്ഞ ജഡ്ജ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നതാണ്, എവറി കോൺട്രാക്ട് ഓഫ് മറൈൻ ഓർ ഫയർ ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് ഓഫ് ഇൻഡെമിനിറ്റി ഓൺലി, the meaning of which is that the assured in case of a loss is to receive full indemnity but is never to receive more. ഇതാണ് ഇൻഡെമിനിറ്റിയെക്കുറിച്ച്, മറൈൻ ഇൻഷുറൻസിനെ കുറിച്ച്. ഇൻഡെമിനിറ്റി എന്ന് പറയുന്ന ബേസിക് ക്യാരക്ടർ, ബേസിക് ഫണ്ടമെൻ്റൽ റൂൾ ഓഫ് മറൈൻ ആസ് വെൽ ആസ് ഫയർ ഇൻഷുറൻസിനെ കുറിച്ച് ജഡ്ജ് ബ്രെറ്റ് പറയുന്നത് അതിനെക്കുറിച്ച് ഇങ്ങനെയാണ്. ഓക്കെ, നൗ
ഡിസ്ക്രിപ്ഷൻ ഈ പറയുന്നത് The doctrine in marine insurance law of constructive total loss is adopted solely in order to carry out the fundamental rule. ഇത് മറൈൻ ഇൻഷുറൻസ് ലോയിൽ വരുന്ന ഒരു കാര്യമാണ്. ദാറ്റ് വി വിൽ ഡീൽ വിത്ത് മറൈൻ ഇൻഷുറൻസ് ലോ പറയുമ്പോൾ നമുക്ക് പറയാം. ഇത് ബേസിക്കലി അവർ അതിൻ്റെ ഒരു സെയിം ക്യാരക്ടർ ആയതുകൊണ്ട് ദേ ആർ എക്സ്പ്ലെയിനിങ് ദ സെയിം തിങ്. ബിക്കോസ് ഒരു ആക്ച്വൽ ലോസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്ച്വലായിട്ടുണ്ടാകുന്ന ലോസ് ആണ് അവിടെ അവർ ചോദിക്കുന്നത്. അതായത് ഇപ്പം വി വിൽ ടേക്ക് ദി പ്രീവിയസ് കേസ്. ഈ ഹൗസ് വിൽക്കാൻ വെച്ചിരുന്നു. ഈ വിൽക്കാൻ വെച്ച ഹൗസ് ഈ ഫയറിൻ്റെ കാരണം കൊണ്ട് പൂർണ്ണമായും ആ വിലയ്ക്ക് തന്നെ പോയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ദെൻ ദർ വുഡ് ഹാവ് ബീൻ ആൻ ആക്ച്വൽ ലോസ്, അല്ലേ? അവരുടെ ആക്ച്വൽ ആയിട്ടുള്ള ലോസ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് അതിന് ഫയറിന് മുമ്പ് തന്നെ തീരുമാനിച്ച വില എത്രയാണോ അതിന് തന്നെയാണ് ആ ഹൗസ് വിറ്റുപോയത്. അപ്പോൾ പിന്നെ ആക്ച്വൽ ലോസ് എന്ന് പറയുന്നത് ഈസ് നിൽ, സീറോ. അതുകൊണ്ടാണ് കോർട്ട് പറഞ്ഞത് the house the money which has been received from the insurance company has to be returned എന്ന് ഇൻഷുവേർഡിനോട് പറഞ്ഞത്. ഇൻഷുറർ ആൻഡ് ഇൻഷുവേർഡ്. ഇൻഷുറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിയാണോ ഇൻഷുർ ചെയ്യുന്നത് അതാണ് ഇൻഷുറർ. അതുപോലെ ഇൻഷുവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണോ ഇൻഷുർ ചെയ്യപ്പെടുന്നത്, ആരുടെ പ്രോപ്പർട്ടിയാണോ ഇൻഷുർ ചെയ്യപ്പെടുന്നത് അവരാണ് ഇൻഷുവേർഡ്. ഓക്കെ. അതുപോലെ തന്നെ in an action by the insurer to recover back the sum paid by him, it was held that he was entitled to do so because എന്താണ് ഈ ഒരു കാര്യത്തിൽ ഈ അയാൾക്ക് കൊടുത്ത പണം പൂർണ്ണമായും തരണം. കാരണം എന്താ, ആക്ച്വൽ ലോസ് ഇല്ല. അതാണ് അതിൻ്റെ അകത്തുള്ള കാരണം. ഓക്കെ, നൗ വി വിൽ ഡിസ്കസ് ദ ടോപ്പിക് ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഓക്കെ, സോ the basic character of fire insurance is that it's a contract of indemnity. സോ ആക്ച്വൽ ലോസ് എത്രയാണോ അത് അപ്പോഴത്തെ ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ഓഫ് ദ ഗുഡ് അനുസരിച്ച് ആ ഫയർ കൊണ്ടുണ്ടാകുന്ന ഡാമേജ് ഉണ്ടാകുന്ന സമയത്തുള്ള അതിൻ്റെ വാല്യൂ ഓഫ് ദ ഗുഡ് അനുസരിച്ചാണ് അതിൻ്റെ ആക്ച്വൽ ലോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. വേർ ദി ആക്ച്വൽ ലോസ് ഹാസ് നോട്ട് ഒക്കേർഡ്, ദർ ഈസ് ദ ഇൻഷുർഡ് ഷാൽ നോട്ട് ബി ബെനിഫിറ്റഡ് ഫ്രം ദ ഇൻഷുറൻസ്. Okay, now insurable interest. What do you mean by insurable interest? It is necessary for the validity of the fire policy, like all other insurance policies, that the insured should have interest in the subject matter of the insurance. Insurance in the subject matter, insured should have interest. A person is said to have interest in a property if he is liable to suffer a direct loss upon its destruction. ഒരു പ്രോപ്പർട്ടിയുടെ ഡിസ്ട്രക്ഷൻ കൊണ്ട് if he suffers direct loss, then he is said to have insurable interest in that property, right? A person is said to have insurable interest in a property is said to have insurable interest in a property if he is liable to suffer a direct loss upon its destruction. Next sentence, a person who one way or the other is so connected with a property that he might suffer loss upon its destruction
may not be said to be interested in it. May not be said to be interested in it. See, നമ്മൾ ഡിഫറൻസ് എന്താണ്? മറ്റുള്ള ഡയറക്റ്റ് ലോസ് ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൺ എ പ്രോപ്പർട്ടീസ് ഡിസ്ട്രക്ഷൻ അപ്പോൺ എ പേഴ്സൺ എന്നുണ്ടെങ്കിൽ അത് എമൗണ്ട്സ് ടു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. പക്ഷേ ഒരാളൊരു പ്രോപ്പർട്ടിയുമായിട്ട് കണക്റ്റഡ് ആണ്, പക്ഷെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസ്ട്രക്ഷൻ കാരണം ചിലപ്പോൾ അദ്ദേഹത്തിന് മേ ലോസ് കുഡ് ഹാപ്പൻ. ഡയറക്റ്റ്ലി ലോസ് ഉണ്ടാവുമെന്ന് പറയുന്നില്ല, മേ ഇൻകർ ലോസ് എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഹൗസ് ഓഫ് ലോർഡ്സിൻ്റെ ഒരു കേസുണ്ട്, മക്കൗറ വേഴ്സസ് നോർത്തേൺ അഷുറൻസ് കമ്പനി. മക്കൗറ, MACAURA, മക്കൗറ വേഴ്സസ് നോർത്തേൺ അഷുറൻസ് കമ്പനി. അത് 1925 കേസാണ്. ഈ കേസിൽ ഒരു ഷെയർ ഹോൾഡർ ഉണ്ടായിരുന്നു. ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് കടം കൊടുത്ത ഒരു സിമ്പിൾ ക്രെഡിറ്ററോ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആ കമ്പനിയുടെ അസറ്റ്സിൻ്റെ മുകളിൽ ഉണ്ടാവത്തില്ല. ആ കമ്പനിയുടെ അസറ്റ്സിൻ്റെ മുകളിൽ അവർക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. പക്ഷേ കമ്പനി തകർന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും ഷെയർ ഹോൾഡറിനും ക്രെഡിറ്റർക്കും ഒക്കെ കമ്പനി പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ലോസ് സംഭവിക്കാം. പക്ഷേ അവർക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ആ കമ്പനിയിൽ, അതാ പറഞ്ഞത്, ദർ ഇസ് എ കണക്ഷൻ, ബട്ട് but on the basis of that connection they cannot say that they have insurable interest. അവർക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. അവർക്ക് ലോസ് ചിലപ്പോൾ ഉണ്ടാവാം എന്നുള്ള ഫാക്റ്റാണ്, പക്ഷേ എന്നാലും അവർക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദർ ഹാസ് ടു ബി എ ഡയറക്റ്റ് ലോസ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഉള്ളൊരു പ്രോപ്പർട്ടി ഒരു ഗാർഡൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ അപ്ലയൻസ് ആവാം, അല്ലെങ്കിൽ പുറത്തിറക്കുന്ന വെഹിക്കിൾ ആവാം, എന്ത് സാധനം വേണമെങ്കിലും ആവാം. അപ്പോൾ ഇത്തരം സാധനങ്ങൾക്ക് ഏതെങ്കിലും കൃത്യമായൊരു നഷ്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അവിടെ എനിക്ക് ഡയറക്റ്റ് ലോസ് ഉണ്ട്. അത് ഡയറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്ത് മേടിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസിന് ഉണ്ടാകുന്ന നഷ്ടമാണ്. മനസ്സിലായോ? അപ്പോൾ അത് ഉറപ്പായിട്ടും നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഗതിയാണ്. മനസ്സിലായോ? അതേസമയം ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയുടെ, ഇപ്പോൾ റിലയൻസിൻ്റെയോ മറ്റോ ഷെയർ ഹോൾഡറാണ്, എനിക്ക് റിലയൻസിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ മറ്റുമൊക്കെ വില കുറഞ്ഞ് പോവുകയോ അവരുടെ പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും വലിയ റിഫൈനറി പോലെ തീപിടുത്ത പോലെ സംഗതി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി റിലയൻസിൻ്റെ ഷെയർ വാല്യൂ താഴ്ത്തു പോകും. അപ്പോൾ അങ്ങനെ എനിക്ക് ചിലപ്പോൾ ലോസ് ഉണ്ടായെന്നിരിക്കാം. പക്ഷേ എനിക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് കിട്ടില്ല ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ. എനിക്ക് റിലയൻസിൻ്റെ പ്രോപ്പർട്ടിന്ന് കൊണ്ട് ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. അത് ആ കമ്പനിയുടെ മാത്രം ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയാണ്. ആ കമ്പനിക്ക് മാത്രമേ ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് വേണമെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി ഇൻഷുർ ചെയ്യാം, ആ കമ്പനിക്ക് ആ കമ്പനിയുടെ പേരുള്ള പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ ഇൻഷുർ ചെയ്യാം. അല്ലാതെ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ അതിൻ്റെ പ്രോപ്പർട്ടിയുടെ മുകളിൽ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് കിട്ടില്ല. Now, a person who contracted to sell his property continues to have insurable interest in it down to the time that the actual sale is completed by a conveyance. Thus, where a property insured against fire was notified for acquisition, and while the proceedings were going on and reached the stage where the compensation is to be paid was fixed, the property was destroyed by fire. The insured was held entitled to recover the insurance money, for he was still interested in the preservation of his property. ഈ കേസിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തു അയാൾ അക്വിസിഷനിലോട്ട്, അത് ഗവൺമെൻറ് അക്വയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് അക്വയർ ചെയ്യാൻ പോയ സമയത്ത് അയാൾ ആ പ്രോപ്പർട്ടി, അതിൻ്റെ കോമ്പൻസേഷൻ അയാൾ കൈപ്പറ്റാൻ തയ്യാറായി. ആ കൈപ്പറ്റുന്നതിന് തൊട്ടടുത്ത് വെച്ചിട്ടാണ് അതിന് തീപിടുത്തം ഉണ്ടാകുന്നത്. തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് അയാൾക്ക് അയാൾ കൈപ്പറ്റിയിട്ടില്ല. അയാൾ ഇൻഷുറൻസ് കോമ്പൻസേഷൻ കൈപ്പറ്റാൻ എന്നേ പറഞ്ഞുള്ളൂ, പക്ഷെ കൈപ്പറ്റിയിട്ടില്ല. ആ കൈപ്പറ്റുന്ന തൊട്ട് മുമ്പായിട്ട് അയാൾക്ക് ഈ ഫയറിൻ്റെ ഒരു ഡാമേജ് ഉണ്ടാവുകയും അങ്ങനെ ഫയർ ഡാമേജ് കാരണം അയാളുടെ പ്രോപ്പർട്ടി തീപിടുത്തം ഉണ്ടായി നഷ്ടപ്പെടുകയും ചെയ്തു.
ആ ഒരു സമയത്ത് അയാൾക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. അയാളുടെ പേരിൽ തന്നെയാണ് ആ പ്രോപ്പർട്ടി ഇരിക്കുന്നത് അപ്പോഴും. ഹി സ്റ്റിൽ ഹാസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. പിന്നെ ഒരു മോർട്ട്ഗേജ് ക്രെഡിറ്റർ ഓർ എ മോർട്ട്ഗേജി വസ്തു പണയത്തിനെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കടം കൊടുക്കുന്ന ആൾ, ഹി ഹാസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. കാരണം എന്താ, ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ഒരാൾക്ക് മോർട്ട്ഗേജർ കടം തന്നിരിക്കുന്നത്. അങ്ങനെ മോർട്ട്ഗേജർ കടം തരുന്ന സമയത്ത് ഈ വസ്തുവിൻ്റെ മൂല്യം കുറയ്ക്കുന്ന ഏതൊരു ഒക്കറൻസും ഈസ് ഡയറക്റ്റ്ലി ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ ഹിസ് റിട്ടേൺ. അയാൾക്ക് കിട്ടുന്ന പണത്തിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ടൊരു ഇമ്പാക്റ്റ് അയാൾക്ക് ഉണ്ടാവും. ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോവുകയോ ഇവിടെയുള്ള ബിൽഡിങ്ങുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ. സോ എ മോർട്ട്ഗേജർ ഈസ് ഓൾവേസ് എൻറ്റൈറ്റിൽഡ് ടു ഹാവ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഓൺ ദ പ്രോപ്പർട്ടി മോർട്ട്ഗേജ് ടു ഹിം. Okay. Now, warehousemen and wharfingers with whom goods are deposited have an insurable interest in such goods. വെയർഹൗസ് അല്ലെങ്കിൽ മെൻ അല്ലെങ്കിൽ വാർഫിംഗേഴ്സ്, അവരുടെ അടുത്ത് ഗുഡ്സ് നമ്മൾ സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോവുകയാണ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഗുഡ്സിനെ ഗുഡ്സ് ഇൻ ട്രസ്റ്റ് ആയിട്ടാണ് വിളിക്കുക. ഗുഡ്സ് ഇൻ ട്രസ്റ്റ് ആയിട്ടാണ് വിളിക്കുക. ഒരു പേഴ്സൺ എൻട്രസ്റ്റഡ് വിത്ത് ഗുഡ്സ് ക്യാൻ ഇൻഷുർ ദം വിത്തൗട്ട് ഓർഡേഴ്സ് ഫ്രം ദി ഓണർ. ദിസ് വാസ് ഹെൽഡ് ബൈ ലോർഡ് ക്യാമ്പൽ, ചീഫ് ജസ്റ്റിസ് ലോർഡ് ക്യാമ്പൽ പറഞ്ഞതാണ്. അദ്ദേഹം ഇൻ വാട്ടേഴ്സ് വേഴ്സസ് മൊണാർക്ക് ലൈഫ് ഇൻഷുറൻസ് കമ്പനി, വാട്ടേഴ്സ് വേഴ്സസ് മൊണാർക്ക് ലൈഫ് ഇൻഷുറൻസ് കമ്പനി 1856, ഈ കേസിൽ ലോർഡ് ക്യാമ്പൽ പറഞ്ഞതാണ്, ഒരു ഗുഡ്സ് ഇൻ ട്രസ്റ്റ് കൈവശം വയ്ക്കുന്ന ഒരു പേഴ്സൺ ലൈക്ക് എ വാർഫിംഗർ ഓർ എ വെയർഹൗസ് മാൻ ഹാസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഓൺ ദ ഗുഡ്സ്. ബിക്കോസ് അതിന് എന്തെങ്കിലും നഷ്ടം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ he is bound to answer, he is bound to make good the loss to the customer who has entrusted him with such goods. അപ്പോൾ അത്തരം ഗുഡ്സിൻ്റെ മുകളിൽ ഉറപ്പായിട്ടും ഇയാൾക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഒരു പോളിസി, ഒരു ഗുഡ്സ് വിച്ച് വർ എൻട്രസ്റ്റഡ് ടു ഹിം, അതിൻ്റെ മുകളിൽ എടുക്കുന്നതിന് അതിൻ്റെ ആക്ച്വൽ ഓണറിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ മേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ ഗുഡ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻട്രസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഗുഡ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹീ ഈസ് ആൻസറബിൾ, ഹീ ഈസ് മേക്ക് ടു ഇൻഡമിഫൈ ദ ലോസ് ആൻഡ് എനി അതർ സബ്സിക്വൻറ്റ് ലോസ് ദാറ്റ് ഈസ് റേസ്ഡ് ഫ്രം ഇറ്റ്. അപ്പോൾ അതിൻ്റെ ആ ലോസ് ഓർ ഡാമേജിൽ നിന്ന് റേസ് ചെയ്യുന്ന മറ്റെന്തൊരു നഷ്ടത്തെയും അയാൾക്ക് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒബ്ലിഗേഷൻ ആ ഗുഡ്സിൻ്റെ മുകളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈസ് entitled to have an insurable interest on the goods so entrusted with him, and he is eligible to insure those goods without a permission being sought from the actual owner of those goods. Okay, so the wharfinger at his own cost can keep up a floating policy. The wharfinger at his own cost can keep up a floating policy for the benefit of all who might become his customers. അയാളുടെ കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയുള്ള എല്ലാവർക്കുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് he can create a policy. അത് എപ്പോഴും ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. Now, ഒരു ഇൻസോൾവെൻറ്റ് ഡെപ്റ്റർ, ഒരു ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ഡെപ്റ്റർ, പാപ്പരായിട്ടുള്ള കടക്കാരനായിട്ടുള്ള ആൾ, who has in his possession goods which have been vested in the provisional assignee has nevertheless an insurable interest in such goods.
അയാളുടെ കൈവിൽ അയാളുടെ പൊസിഷനിലിരിക്കുന്ന ഗുഡ്സ് എന്തൊക്കെയാണോ അതിൻ്റെ മുകളിൽ ഹാസ് ആൻ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഓൺ ദോസ് ഗുഡ്സ്. Courts have gone so far that as to hold that an insolvent retains an insurable interest in the goods concealed from his creditors. ക്രെഡിറ്റേഴ്സിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അയാളുടെ സ്വകാര്യ സ്വത്തുക്കളുടെ മുകളിൽ പോലും ഒരു ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ഡെറ്റർക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ അയാൾക്ക് ഇൻഷുറൻസ് എടുക്കാം. ക്രെഡിറ്റേഴ്സിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അത് ജപ്തിയിലേക്ക് വിട്ടുകൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്വകാര്യ സ്വത്തുക്കളുടെ മുകളിൽ പോലും ഒരു ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാപ്പർ ആയിട്ടുള്ള ഒരു കടക്കാരന് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബെയിലി ഹാസ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ ഗുഡ്സ് ബെയിൽഡ് ടു ഹിം. An insurer who has an insurable interest in the property insured with him so that he can reinsure. ഇവിടെ ഒരു ബെയിലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊസിഷൻ കൊടുത്തിരിക്കുന്ന ഒരു ബെയിലിക്ക് പോലും അയാളുടെ കൈവശം തന്നിരിക്കപ്പെടുന്ന ഈ വസ്തുക്കളുടെ മുകളിൽ ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ. സോ ദർ ഈസ് വൺ മേജർ റൂൾ that we need to follow and we need to identify. So in order to insure a particular good, we need to identify whether there exists an insurable interest on the goods so insured. അത് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ he cannot create a contract of insurance. Now, description of subject matter and duty to disclosure. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് മാറ്റർ. നമ്മൾ ഏതൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എന്ത് പ്രോപ്പർട്ടിയാണോ ഇൻഷുർ ചെയ്യുന്നത് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിവരണം നമ്മൾ കൊടുക്കാനും ബാധ്യസ്ഥരാണ്. ദ പ്രപ്പോസൽ ഫോം ഹാസ് ടു ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പ്രോപ്പർട്ടി ഇൻഷുർഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. ദ ഡിസ്ക്രിപ്ഷൻ സബ്മിറ്റഡ് ഷുഡ് കറസ്പോണ്ട് വിത്ത് ദി ഫാക്ട്സ്, അതർവൈസ് ഇറ്റ് വിൽ ബി എ മിസ്റെപ്രസെൻറ്റേഷൻ which will vitiate the policy. And write down, the proposal form has to give a description of the property. The proposal form has to give a description of the property so insured. The proposal form has to give a description of the property so insured. The description submitted should correspond with the facts. Full stop. Otherwise, it will be a misrepresentation. Otherwise, it will be a misrepresentation which will vitiate the policy. VITIATE, which will vitiate the policy. അത് പോളിസി ഇൻവാലിഡ് ആക്കും. നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ കൃത്യമായിരിക്കണം. വസ്തുതാവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മിസ്റെപ്രസെൻറ്റേഷൻ ആക്കുകയും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആ പോളിസി വിഷിയേറ്റഡ് ആയി പോവുകയും ചെയ്യും. നൗ അതിനൊരു എക്സാമ്പിൾ പറയാം. അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട്, ദർ ഇസ് എ കണ്ടീഷൻ വിത്ത് റിഗാർഡ് ടു ദ മിസ് ഡിസ്ക്രിപ്ഷൻ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഷുറർക്ക് പോളിസി അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മിസ് ഡിസ്ക്രിപ്ഷൻ ഷുഡ് ബി മെറ്റീരിയൽ. ദ മിസ് ഡിസ്ക്രിപ്ഷൻ ഷുഡ് ബി മെറ്റീരിയൽ. സോ വാട്ട് ഈസ് മെറ്റീരിയൽ ആൻഡ് ഇമ്മെറ്റീരിയൽ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ വിൽ ഗോ ടേക്ക് എ ഫ്യൂ എക്സാമ്പിൾസ്. ദ ഫസ്റ്റ് എക്സാമ്പിൾ വാസ് ദാറ്റ് ദർ വാസ് എ ബാൺ. ദർ വാസ് എ ബാൺ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസർ കൂട്ടിവയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഷെഡിനാണ് പൊതുവെ ബാൺ എന്ന് പറയുന്നത്. BAR, barn. There was a barn. It was insured against fire, and it was stated in the proposal that no fire is kept and no hazardous goods are deposited. അതായത് ആ ബാണിൽ നമ്മൾ ഒരു ഫയറും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഫയർ പ്ലേസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഒരു ഹസാർഡസ് ഗുഡ്സും
അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുമില്ല. അതായത് ഒരു അപകടകരമായിട്ടുള്ള പൊട്ടിത്തെറിക്കാവുന്നതോ ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ളതോ അങ്ങനെയുള്ള ഗുഡ്സ് ഒന്നും തന്നെ നമ്മൾ ഈ ബാണിൻ്റെ അകത്ത് വെക്കുന്നുമില്ല, അങ്ങനെ അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാണിനെ റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വന്നു. ബാൺ നീഡഡ് റിപ്പയർ ആൻഡ് ഇൻ ഓർഡർ ടു റിപ്പയർ ഇറ്റ് ഒരു വലിയ ബാരലിൽ ടാറ് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ടാറ് കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ അത് ഹീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടെ ചെയ്തു. അങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ടാറിനെ തിളച്ചിട്ട് ഇതെല്ലാം കൂടെ മറിഞ്ഞ് പുറത്തോട്ട് വീണ് ആ ബാണിലേക്ക് വീണ് ബാണിൽ തീപിടുത്തം ഉണ്ടായി. നൗ ഇൻഷുറർ പണം കൊടുക്കാൻ തയ്യാറായില്ല. കാരണം മിസ്ഡിസ്ക്രിപ്ഷൻ ഉണ്ടായെന്നും ഇത് ബാണെന്ന് വിളിച്ചു, അതുപോലെ ഈ ഷെഡിനെ ബാണെന്ന് വിളിച്ചു, അതുപോലെ ഇതിൻ്റെ അകത്ത് തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുള്ള സംഗതികൾ ഡെപ്പോസിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുള്ള സംഗതികളുണ്ടായി, ഫയർ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് തീപിടുത്തം പിന്നീട് വളർന്ന് ഇതുപോലെ ഡാമേജസ് ഉണ്ടാക്കിയത്. അതെല്ലാം മിസ്ഡിസ്ക്രിപ്ഷനാണ്, അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിക്ക് ഞങ്ങൾ ഇൻഷുറൻസ് തരില്ല എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഇൻഷുറർ എടുത്തത്. പക്ഷേ ഹി വാസ് ഹെൽഡ് ലയബിൾ. The courts held that the insurer was held liable to pay. അതിന് കോർട്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഐ ടോൾഡ് യു ദ മിസ്ഡിസ്ക്രിപ്ഷൻ ഹാസ് ടു ബി മെറ്റീരിയൽ. ഇപ്പോൾ ഇതിനെ ഒരു ബാണെന്ന് വിളിച്ചാലും അല്ലെങ്കിൽ ഒരു ഷെഡെന്ന് വിളിച്ചാലും അതെങ്ങനെ വിളിച്ചാലും ആസ് ഫാർ ആസ് ദ ലയബിലിറ്റി അണ്ടർടേക്കൺ ബൈ ദ ജെന്റിൽമാൻ ദ ഇൻഷുറർ ഈസ് കൺസേൺഡ് അതിൽ വലിയ ഡിഫറൻസ് വരുന്നില്ല. സോ ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. മെറ്റീരിയൽ ആയിട്ടുള്ളൊരു കാര്യമല്ല അത്. അയാളുടെ ഇതിൻ്റെ മുകളിലെടുക്കുന്ന അയാളുടെ ബുദ്ധിമുട്ടുകൾ, അയാളെടുക്കുന്ന റിസ്കിനെ വർദ്ധിപ്പിക്കുന്നൊന്നുമില്ല. ഇൻഷുററിൻ്റെ റിസ്ക് ഒരിക്കലും വർദ്ധിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഷെഡെന്ന് വിളിച്ചാലും ബാണെന്ന് വിളിച്ചാലും അതിൻ്റെ അകത്ത് ഇൻഷുററിൻ്റെ റിസ്ക് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം എൻ്റെ അകത്തില്ല. അതുപോലെ തന്നെ ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ റിസ്ക്. ആൻഡ് അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹസാഡസ് ഗുഡ്സ് വെക്കത്തില്ല എന്ന് പറഞ്ഞു, തീ വെക്കത്തില്ല എന്ന് പറഞ്ഞു. ഹസാഡസ് ഗുഡ്സ് വെക്കത്തില്ല, തീ വെക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു റെഗുലർ യൂസ് ഓഫ് ദിസ് ബാണിൽ ഹസാഡസ് ഗുഡ്സ് വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ തീ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യവും ഉണ്ടായിട്ടില്ല. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്തും അതിൻ്റെ അകത്ത് ഹസാഡസ് ഗുഡ്സ് കയറ്റാൻ പാടില്ല എന്നൊന്നുമല്ല. റിപ്പയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എക്സെപ്ഷൻ സർക്കംസ്റ്റാൻസസിന് മാത്രമാണ് അതിനകത്ത് കയറ്റുന്നത്, അല്ലാതെ അതിന് യാതൊരു തടസ്സവും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഹസാഡസ് ആയിട്ട് മെറ്റീരിയൽ എന്തെങ്കിലും ഒരു റിപ്പയറിനോ മറ്റു കാര്യങ്ങളൊക്കെ കയറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു അത്യാവശ്യം വരുന്ന സമയത്തും മറ്റു ഹസാഡസ് ഗുഡ്സ് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒക്കേഷണലായിട്ട് കൊണ്ടുവന്ന് കയറ്റി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറയാത്ത പോലെ ബാണെന്ന് പറഞ്ഞിട്ട് എന്നൊരു പേരിട്ടത് കൊണ്ട് ഇൻഷുററുടെ ഇൻട്രസ്റ്റ് കൂടുകയോ അതുപോലെ തന്നെ അദ്ദേഹത്തോട് എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായിട്ടുള്ള സംഗതികൾ ധരിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഹീസ് ലയബിൾ ടു പേ എന്നുള്ളതായിരുന്നു കോർട്ട് പറഞ്ഞത്. രണ്ടാമത്തത് സെക്കൻഡ് പോയിന്റ് വിത്ത് റിഗാർഡ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ ആൻഡ് ദ ഡ്യൂട്ടി ടു ഡിസ്ക്ലോഷർ. സെക്കൻഡ് സബ്ജക്റ്റ് എന്താണ്? പക്ഷേ ഒരു കാര്യം, ഐ വിൽ ഗിവ് യു ആൻ എക്സെപ്ഷൻ ടു ദ കേസ് ദറ്റ് ഐ ഹാവ് മെൻഷൻഡ്. ഇപ്പോൾ ഇതൊരു ബാണിനെ വിളിച്ചിട്ട് നമ്മൾ ഷെഡ് എന്ന് പറഞ്ഞു. ഷെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ബാണെന്ന പേരിന് പോലെ അവിടെ നമ്മൾ വെക്കുന്നത് മുഴുവൻ പെയിൻറ്റുകളാണെന്ന് വിചാരിക്കുക. പെയിൻറ്റ്, തിന്നേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെന്ന് വിചാരിക്കുക. ഇൻഫ്ലെയിമബിൾ ആണല്ല. അതോടെ റിസ്ക് വർദ്ധിച്ചു. ഒരു ബാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തൊരു പെയിൻറ്റിൻ്റെ സാധനങ്ങൾ കൊണ്ട് കടയിൽ കൊണ്ടുവന്ന പെയിൻറ്റിൻ്റെ വെയർ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാറി, ഇറ്റ് ഈസ് ഇൻഫ്ലാമബിൾ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ആ ബാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു ഗൺ പൗഡറോ അങ്ങനെയുള്ള മെറ്റൽസോ അങ്ങനെയുള്ള നിയർ ബൈ ക്വാറിയുടെ അങ്ങനെയുള്ള സാധനങ്ങളോ ഒക്കെ നമ്മൾ സ്ഥിരമായി സൂക്ഷിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ then also it amounts to material misdescription, because അതെല്ലാം റിസ്ക് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇൻഷുററിൻ്റെ. അപ്പോൾ ഇൻഷുറർ കുഡ് ക്ലെയിം ദാറ്റ് ഹി വാസ് നോട്ട് ഇൻഫോംഡ് വിത്ത് റിഗാർഡ് ടു ദ ആക്ച്വൽ യൂസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് പറയുന്നില്ല എന്നാണ് അവർക്ക് വേണമെങ്കിൽ എൻ്റെ അതിലായിട്ട് പറയാം. നൗ രണ്ടാമത് with regard to the duty to disclose, where a fact is already known to the insurer, the formality of disclosure is not necessary.
the formality of disclosure is not necessary. എന്ന് വെച്ചാൽ എന്താ, കൃത്യമായിട്ട് ഇൻഷുറർക്ക് ഒരു ഫാക്റ്റിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്യൂട്ടി ടു ഡിസ്ക്ലോഷർ വരുന്നില്ല. മെറ്റീരിയൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്, ഐ വിൽ ടേക്ക് യു ടു ദിസ് കേസ്. ദിസ് വാസ് ഇൻ പിം വേഴ്സസ് ലൂയിസ്, PIMM, PIMM versus LEWIS, PIM versus Lewis, PIM versus Lewis, 1862. In this case, what happened was that an agent of the insurer lived in the neighborhood of the factory, which was insured against fire, and knew everything about the factory, and also visited it before the policy, it was held that the failure to disclose that the rice chaff was also ground at the mill did not vitiate the policy. The court held that the mill had been used for years for grinding of rice chaff and used publicly and openly. The company's officer, being a resident in the neighborhood, knew the mill very well. So, അവിടെ റൈസ് ചാഫും ഗ്രൈൻഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നു, അത് ഇതിനെ പൊടിക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അവർ പറയാതെ തന്നെ അവർക്കറിയാൻ കഴിയും. അവർ ചിലപ്പോൾ ഫ്ലവർ മില്ലെന്ന് മാത്രമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ ഈ തവിടും പൊടിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളത് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അത് ഓൾറെഡി ആ പ്രിമൈസസിലുണ്ടായിരുന്ന കമ്പനിയുടെ ഓഫീസർക്ക് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. സോ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾക്ക് കമ്പനിയുടെ ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന ആ ഒരു റൂള് ബാധകമല്ല. നൗ ദി ഫാക്ട്, തേർഡ് പോയിന്റ്, നമ്മൾ ഈ ഡിസ്ക്ലോഷറിൽ മെറ്റീരിയൽ ആൻഡ് ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള സംഗതികൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു പ്രോസസ്സിലാണ് ഇരിക്കുന്നത്. സി, the fact of a previous loss by fire, മുമ്പ് ഒരിക്കലും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അവിടെ. on the premises is a material fact and therefore ought to be disclosed. ഒരു പണ്ടൊരു തീപിടുത്തം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു മെറ്റീരിയൽ ഫാക്റ്റാണ്, ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ്. അത് ഡിസ്ക്ലോസ് ചെയ്യപ്പെടേണ്ട കാര്യവുമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഇതിനു മുമ്പ് തീപിടുത്തം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് എ പ്ലേസ് വിച്ച് ഈസ് പ്രോൺ ടു ഫയർ ആക്സിഡൻറ്റ്സ് വിച്ച് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ദി ഇൻഷുറർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് ടു ബി ഡിസ്ക്ലോസ്ഡ്. ഓക്കെ, where the proposal form asked the question
where the proposal form asked the question whether there had been earlier claims under fire policies, whether there had been earlier claims under fire policies. The insured answered saying yes and gave the name of the company. Insured said yes and gave the claim. Thus he disclosed one earlier claim. Thus he disclosed one earlier claim when in fact he had made two earlier claims. ഒരു ക്ലെയിമിൻ്റെ കാര്യം മാത്രം പറയുകയും രണ്ട് ഏർലിയർ ക്ലെയിംസ് ഉണ്ടായിരുന്നപ്പോൾ ഒരു ക്ലെയിം നടന്ന കാര്യം മറച്ചു വെക്കുകയും ചെയ്തു. ഒരു ക്ലെയിം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം മാത്രം ആക്സിഡൻറ്റ് നടന്നിട്ടുള്ളൂ. രണ്ടു വട്ടം ആക്സിഡൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു ഫാക്ടർ ഈസ് കോസിങ് ആക്സിഡൻറ്റ്സ്, റിസ്ക് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ദർ വാസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി പോളിസി ദാറ്റ് ഓൾ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് were necessary to be true. Warranted to be true എന്ന് പറഞ്ഞാൽ നെസസറി എന്നാണ് അർത്ഥം. Warranted to be true. That being not so, the insurer was held not liable under the policy, irrespective of the fact whether the fact disclosed was material or not. ഇവിടെ ഈ കേസിൽ അദ്ദേഹത്തിനോട് എന്ത് പറഞ്ഞു? ഇൻഷുർഡ് വാസ് നോട്ട് ഹെൽഡ് ലയബിൾ അണ്ടർ ദ പോളിസി. ഇൻഷുററിന് കാശ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പറയുന്നുണ്ട്, കൃത്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, ഈ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഹാസ് ടു ബി ട്രൂ എന്ന്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൃത്യമായിട്ട് അവിടെ വയലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോർ ദാറ്റ് റീസൺ ദ ഇൻഷുറർ വാസ് ഹെൽഡ് നോട്ട് ലയബിൾ ടു പേ. Okay, now the fourth one, the fact that an earlier proposal had been dropped by an office is also material. ഈ പർട്ടിക്കുലർ കേസിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഫാക്ട് ദാറ്റ് ഈ മെറ്റീരിയൽ ആണോ ഇമ്മെറ്റീരിയൽ ആണോ എന്ന് നോക്കുക പോലും ചെയ്യാതെ തന്നെ ആ സ്റ്റേറ്റ്മെൻ്റ് ആണ് വാല്യൂ കൊടുത്തത്. അതായത് ദ കോൺട്രാക്ട് ക്ലിയർലി സ്റ്റേറ്റ്സ് ദാറ്റ് എവറി സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ബീങ് പ്രൊവൈഡഡ് ഹാസ് ടു ബി ഒതൻറ്റിക്. അത് സ്പെസിഫിക്കലി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ലോർഡ് എൽഡൺ ഹാസ് ഒബ്സർവ്ഡ് ഇൻ ദിസ് കേസ്. ദിസ് കേസ് ഈസ് കേസിൻ്റെ പേര് പറയാം, ന്യൂ കാസിൽ ഫയർ ഇൻഷുറൻസ്. ന്യൂ കാസിൽ CASTLE, ന്യൂ കാസ്റ്റൽ ഫയർ ഇൻഷുറൻസ് കമ്പനി വേഴ്സസ് മക്മോറാൻ, MACMORRAN, McMoran and Company, 1815. In this case, it was held that it is the first principle in the law of insurance on all occasions that where a representation is material, it must be complied with. ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കംപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലോ, ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള സംഗതിയാണെങ്കിലോ, ജഡ്ജ് ഹാസ് ഒബ്സർവ്ഡ് ദാറ്റ് ഇഫ് ഇമ്മെറ്റീരിയൽ, that immateriality must be inquired into and shown. But if there is a warranty, it is part of the contract and that matter is such as it is represented to be. See, വാറൻറ്റിയെ കുറിച്ചൊരു ഡെഫിനേഷൻ ഈ ബുക്കിൽ നമ്മളുടെ ഫയർ ഇൻഷുറൻസിൻ്റെ ഏരിയയിൽ തന്നിട്ടില്ല. പക്ഷേ വാറൻറ്റിയെക്കുറിച്ച് മറൈൻ ഇൻഷുറൻസിൻ്റെ ഇതിൽ എ ക്ലിയർ ഡെഫിനിഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ്. അപ്പോൾ അവിടെ മറൈൻ ഇൻഷുറൻസിൽ നമ്മൾ വാറൻറ്റിയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഐ വിൽ ടെൽ യു. സി പേജ് നമ്പർ 306. മറൈൻ ഇൻഷുറൻസിൽ പറയുന്നത് എ വാറൻറ്റി മീൻസ് a promissory warranty. A warranty means a promissory warranty. Full stop. It is an undertaking. It is an undertaking by the assured. It is an undertaking by the assured. It is an undertaking by the assured that some particular thing. It is an undertaking by the assured that some particular thing
shall or shall not be done. It is an undertaking by the assured that some particular thing shall or shall not be done, comma, or that some condition shall be fulfilled, or that some condition shall be fulfilled, comma, or he affirms or he negates the existence of a particular state of facts. He affirms or he negates the existence of a particular state of facts. A warranty may be expressed or implied. Next para. The effect of a warranty is that it becomes a condition of the contract. And therefore it must be complied with. അതാണ് വാറണ്ടിയുടെ ഏറ്റവും ഒരു സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇറ്റ് ബിക്കംസ് എ കണ്ടീഷൻ ഫോർ ദ കോൺട്രാക്റ്റിൻ്റെ ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ കണ്ടീഷൻസ് ഒരു കണ്ടീഷൻ ആവും വിച്ച് ഹാസ് ടു ബി കംപ്ലൈഡ് വിത്ത് ബൈ ദി അഷ്വേർഡ്. ഓക്കെ, ആൻഡ് വെദർ ദ ഫാക്ട് warranted is material or immaterial is not important. If it is not complied with, the insurer is discharged. From the date of breach. Full stop. He will remain liable for any loss. He will remain liable for any loss incurred before the breach. BREACH, breach. So warranty എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ അണ്ടർടേക്കിംഗ് ഓഫ് സം പെർട്ടിക്കുലർ കൈൻഡ്. അതിൽ ചില കാര്യങ്ങൾ ചെയ്യാമെന്നോ ചില കാര്യങ്ങൾ ചെയ്യില്ല എന്നോ, അതുപോലെ തന്നെ ചില നിബന്ധനകൾ ഞങ്ങൾ നിറവേറ്റാമെന്നോ, അല്ലെങ്കിൽ ചില വസ്തുതകൾ ഉണ്ടെന്നോ ഇല്ലെന്നോ പ്രസ്താവിക്കുകയോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് വാറൻറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയുന്ന പോലെ സ്ഥിരമായിട്ട് ഇതിനകത്ത് അപകടകരമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഈ പറഞ്ഞ പ്രോപ്പർട്ടിയിൽ സൂക്ഷിക്കാറില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ വസ്തു ഞാൻ ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള വസ്തുക്കൾ നീക്കം ചെയ്യാനായിട്ടോ എങ്ങോട്ടെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടോ ഞാൻ ഉപയോഗിക്കുന്നതല്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ട്സ് പറയുന്നതിനായിട്ടാണ് നമ്മൾ വാറൻറ്റി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വാറൻറ്റി ഒരു കണ്ടീഷനായിട്ട് വരുമ്പോൾ ഇൻ ദിസ് കേസ് Lord Eldon has said that if there is a warranty, it is a part of the contract and the matter is such as it is represented to be. Therefore, the materiality or immateriality ഇതിനെ ആ സമയത്ത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ലോർഡ് എൽഡൻ പറയുന്നത്. Now the next point with regard to description. ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ആ വാറൻറ്റിയുടെ സ്പെഷ്യലായിട്ട് ഇൻവേർട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുകയാണ്. ഞാനിപ്പോൾ തന്നെ അത് സ്കിപ്പ് ചെയ്ത് കയറി പറഞ്ഞ. Now we will turn to description of matter or duty disclosure. അതിൽ fourth one, the fact that an earlier proposal had been dropped by an office is also a material fact. And should be disclosed even if it was dropped due to some misrepresentation in the proposal.
മുൻപ് കൊടുത്തിരുന്ന ഒരു പ്രപ്പോസൽ ഫോർ ഇൻഷുറൻസ് ഡ്രോപ്പ് ചെയ്തു എന്നുള്ളത് ഒരു മെറ്റീരിയൽ ഫാക്റ്റാണ്. അത് ഇപ്പോൾ ഒരു മിസ്റെപ്രസെൻറ്റേഷൻ കാണിച്ചത് കൊണ്ട് ആ പ്രപ്പോസൽ ഡ്രോപ്പ് ചെയ്തതാണെങ്കിൽ കൂടെ അതൊരു മെറ്റീരിയൽ ഫാക്റ്റാണ്. അങ്ങനെ ഒരു മിസ്റെപ്രസെൻറ്റേഷൻ കോർട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഴ്സൺ അങ്ങനെ മിസ്റെപ്രസെൻറ്റേഷൻസ് അയാളുടെ ഏർലിയർ പ്രപ്പോസലിൽ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത് അയാളുടെ ഒരു പ്രപ്പോസൽ പിന്നീട് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന കമ്പനിക്ക് അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട് മാറുകയാണ്. ആൻഡ് അത്തരത്തിലുള്ള ഒരു മോറൽ ഹസാർഡ് എന്ന് പറയുന്നത് ഈസ് എ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ആൻഡ് അതിൻ്റെ നോൺ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് വിഷിയേറ്റ്സ് ദ പോളിസി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നൗ ഫിഫ്ത്ത് വൺ, where under the policy the statements in the proposal are made the basis of the policy. Where under the policy the statements in the proposal are made the basis of the policy, any misrepresentation whether of a material fact or not, whether inadvertent or deliberate, would render the policy void. ഒരു പ്രപ്പോസലിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഒരു പോളിസിയുടെ അടിസ്ഥാനം, ഒരു ബേസിസ് എന്ന രൂപത്തിൽ വരുന്ന സാഹചര്യങ്ങളിൽ അത്തരം സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള മിസ്റെപ്രസെൻറ്റേഷൻസ് വിൽ ലീഡ് ടു ദ വിഷിയേഷൻ ഓഫ് ദ പോളിസി വാല്യൂലെസ് വോയിഡ് ആക്കാനുള്ള എല്ലാ സാധ്യതയും അതിലുണ്ട്. Thus, in a policy against fire taken out on a lorry, the question as to where the lorry was usually garaged was answered by saying that it was garaged at the company's office. കമ്പനിയുടെ ഓഫീസിൽ സ്ഥിരമായിട്ട് അവിടുത്തെ ഗ്യാരേജിൽ സൂക്ഷിക്കുന്ന ഒരു ലോറി എന്ന പേരിലാണ് ആ ലോറിക്ക് ഇൻഷുറൻസ് എടുത്തിരുന്നത്. പക്ഷേ ആ ലോറി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല ഉപയോഗിച്ചിരുന്നത്, വേറെ ഏതൊരു സ്ഥലത്തിലും അത് ഗരാജ് ചെയ്തിട്ടിരുന്നു. കമ്പനിയുടെ ഗരാജിൽ വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സേഫ് പ്ലേസ്, ദർ വിൽ ബി സെക്യൂരിറ്റീസ്, അങ്ങനെയുള്ള സ്ഥലത്താണ് മാത്രമാണ് അവിടെ മാത്രമാണ് ഗാരേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും അത് ഒരു സേഫർ ആയിട്ടുള്ള റിസ്ക് കുറച്ച് കുറവുള്ള ഒരു സ്പേസ് ആണ്. പക്ഷേ ഇത് മറ്റെവിടെയോ കൊണ്ടുപോയി ഗരാജ് ചെയ്തിട്ടിരുന്നു, ആ ഫാക്റ്റ് പറഞ്ഞുമില്ല. The answer was inadvertently false because the lorry was usually garaged elsewhere, though the court felt that this fact was not material, but because of the condition in the policy that the statements were the basis of the contract, the policy was avoided by reason of misstatement. ഇതൊരു മെറ്റീരിയൽ ഫാക്റ്റ് അല്ല എന്ന് തോന്നിയിട്ടെങ്കിലും ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു കോൺട്രാക്റ്റിൻ്റെ ബേസിസ് എന്നുള്ളത് കൊണ്ട് ദ പോളിസി വാസ് അവോയ്ഡഡ് ബൈ റീസൺ ഓഫ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത ആരുടേതാണ്? ദ ബർഡൻ ഓഫ് പ്രൂവിങ് ദാറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ് ഓർ ദാറ്റ് ദ കണ്ടീഷൻസ് ഓഫ് ദ പോളിസി ഹാവ് നോട്ട് ബീൻ സാറ്റിസ്ഫൈഡ് ഈസ് ഓൺ ദി ഇൻഷുറർ. ആ കമ്പനിയുടെ മുകളിലാണ് നമ്മൾക്ക് ആ ലയബിലിറ്റി വരുന്നത്. Where a policy on an aircraft provided that no liability would arise if the pilot did not observe statutory regulations relating to air navigation, it was held that the burden was on the insurer to prove that regulations were not observed. അവിടെ പൈലറ്റ് സ്റ്റാച്യൂട്ടറി ആയിട്ടുള്ള റെഗുലേഷൻസ് ഫോർ എയർ നാവിഗേഷൻ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻഷുററിൻ്റെ ലയബിലിറ്റീസ് എല്ലാം ഒഴിഞ്ഞു പോവും, ഇൻഷുറർക്കൊരു ലയബിലിറ്റിയും ഉണ്ടാവില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നപ്പോൾ അതിൽ ദ ബർഡൻ ഓഫ് പ്രൂവിങ് ദാറ്റ് ദ പൈലറ്റ് ഡിഡ് നോട്ട് ഒബ്സർവ് ദ റെഗുലേഷൻസ് എന്നുള്ളത് വാസ് ഓൺ ദി ഇൻഷുർഡ്. നൗ മെറ്റീരിയൽ നോട്ട് കവേർഡ് ബൈ ദ പോളിസി, ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ there was a condition in the insurance policy that goods hypothecated with a bank were
only were covered against fire risk. ഒരു പോളിസി ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ചില ഗുഡ്സും മറ്റും എല്ലാം ബാങ്കിനും മറ്റൊക്കെ വെച്ച് ജാമ്യം എടുക്കുന്ന സമയത്ത് ബാങ്കിൽ വെച്ചിട്ട് ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഗുഡ്സിന് മുകളിൽ മാത്രമാണ് ഫയറിൻ്റെ റിസ്കിനുള്ള പോളിസി കവർ ചെയ്തിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഓണർ ഈ ഗുഡ്സ് എല്ലാം ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തതാണെന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് അയാളെ കൊണ്ട് സാധിച്ചില്ല. അയാൾ കൊടുത്ത ഹൈപ്പോത്തിക്കേഷൻ ഡീഡിനകത്ത് ഈ ഫയർ ഉണ്ടായതിന് ശേഷമാണ് ആ ഗുഡ്സ് എല്ലാം ബാങ്കിൻ്റെ കീഴിൽ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. അപ്പോൾ ഓണറിന് ഒരു ക്ലെയിമും റേസ് ചെയ്യാനായിട്ട് അനുവാദം കിട്ടിയില്ല. കാരണം സ്പെസിഫിക്കലി ദർ വാസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദിസ് മെറ്റീരിയൽ വാസ് നോട്ട് കവേർഡ് വിത്തിൻ ദി പോളിസി. നൗ മെറ്റീരിയാലിറ്റി ഓഫ് ഫാക്ട് നോട്ട് ഡിസ്ക്ലോസ്ഡ്. മെറ്റീരിയാലിറ്റി ഓഫ് ഫാക്ട്, നമ്മൾ ചില മെറ്റീരിയൽ ഫാക്ട്സ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, വാട്ട് വിൽ ബി ദി റിസൾട്ട്, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ sometimes certain matters personal to the life of the insured may reflect upon the degree of risk which has been insured against. ചില സമയത്ത് ഇൻഷുർഡ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ ചില പേഴ്സണൽ ലൈഫ് മാറ്റേഴ്സ് മൈറ്റ് ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ദ ഇൻഷുറർ. അപ്പോൾ ദ പേഴ്സൺ ഹു ഇൻഷുർഡ് ഹിസ് ലൈഫ് ഇൻ ദിസ് കേസ് ഹാഡ് അണ്ടർഗോൺ കൺവിക്ഷൻസ് ഫോർ ഒഫൻസസ് ലൈക്ക് റോബറി. ഈ കേസിൽ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തിക്ക് ചില റോബറി പോലെയുള്ള ചില ഒഫൻസസ് അയാൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഓൺ ദ പോയിന്റ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അയാളുടെ അടുത്ത് അതിനെ സംബന്ധിച്ച് അയാൾ ചോദിച്ചിട്ടില്ല. ഹി മെയിൻറ്റെയിൻഡ് ദാറ്റ് ഇഫ് ഹി ഹാഡ് ബീൻ റിക്വയർഡ് ടു ഡു സോ ഹി വുഡ് ഹാവ് ട്രൂത്ത്ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ദ റെക്കോർഡ് ഓഫ് ഹിസ് കൺവിക്ഷൻസ്. ഇയാളുടെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഇയാൾ പറഞ്ഞിരിക്കുമായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഹൗസ് വാസ് ലോസ്റ്റ് ഓൺ ഫയർ. ദി ഇൻഷുറർ വാസ് അലൗഡ് ടു അവോയ്ഡ് ദ പോളിസി. ഈ കേസിൽ ഇൻഷുററിന് പോളിസി അവോയ്ഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ദ ക്രിമിനൽ റെക്കോർഡ് ഓഫ് ദി ഇൻഷുർഡ് വാസ് എ മോറൽ ഹസാർഡ് വിച്ച് ദി ഇൻഷുറർ വുഡ് ഹാവ് ബീൻ എൻറ്റൈറ്റിൽഡ് ടു നോ ഫോർ മേക്കിംഗ് ഹിസ് അസസ്മെൻറ്റ് ഓഫ് ദ റിസ്ക് ഇൻവോൾവ്ഡ്. അതിനകത്തുള്ള റിസ്ക് എത്രയാണെന്നുള്ളത് അസസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തി പല കോൺവിക്ഷൻസ് നടന്നിട്ടുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ള സത്യം ഇൻഷുററിനോട് പറയാനുള്ള ബാധ്യത ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കോർട്ട് ഹോൾഡ് ചെയ്ത കാര്യം. വേർ ദ പ്രപ്പോസൽ ഹാഡ് ബീൻ മെയ്ഡ് ദ ബേസിസ് ഓഫ് ദ കോൺട്രാക്ട്, എനി മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫാക്ട് ഇൻ ഇറ്റ് വുഡ് അവോയ്ഡ് ദി പോളിസി വെദർ സച്ച് ഫാക്ട് ഈസ് മെറ്റീരിയൽ ഓർ നോട്ട്. നൗ ഇത്രയും നമ്മൾ പറയുന്നത് ഡ്യൂട്ടി ടു ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് ഇൻഷുർഡിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ആർക്കാണോ ഇൻഷുറൻസ് ലഭിക്കുന്നത് അയാളുടെ ഭാഗത്തുള്ള ഡ്യൂട്ടിയാണ് ഈ പറയുന്നത്. ഇത് അയാളുടെ ഭാഗത്ത് മാത്രമുള്ള ഡ്യൂട്ടിയാണോ? അയാളുടെ ഭാഗത്ത് മാത്രമുള്ള ഡ്യൂട്ടി അല്ല ഇത്. അത്